ഞാൻ മദാലസ. സ്മിത വായനയുടെ ലോകത്തായിരുന്നു. പൈങ്കിളി ആഴ്ചപ്പതിപ്പും അതിലെ ഭ്രമിപ്പിക്കുന്ന കഥകളുമായുള്ള കൗമാരപ്രായം. അത്തരമൊരു നാളിലാണ് മനോജ് സ്മിതയുടെ വീട്ടിൽ മേശയുടെ പിന്നിൽ ഒളിച്ചിരുന്നത്. ഏതോ ഒരു ചെറിയ ശബ്ദം കേട്ടാണ് പൈങ്കിളി വാരികയുടെ താളുകളിൽ നിന്ന് തലയുയർത്തി നോക്കിയത്. ഏതോ മനുഷ്യരൂപം ഒളിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായി. ഒച്ച കൂട്ടുവാനുള്ള ശ്രമത്തിലായിരുന്നു സ്മിത. അപ്പോഴാണ് വല്ലപ്പോഴും മാത്രം കണ്ടും സംസാരിച്ചിട്ടുമുള്ള മനോജാണെന്ന് മനസ്സിലായത്. മനോജ് അപേക്ഷയെന്നോണം പറഞ്ഞു, ഒച്ച വയ്ക്കരുത്, ഞങ്ങൾ സ്മിതയെ കാണുവാനായി വന്നതാണ്. സ്മിത അമ്പരന്ന് പോയി. അഭിസാരികയിലെ ദിലീപ് നായികയോട് പറഞ്ഞതുപോലെ സ്മിതയ്ക്ക് അനുഭവപ്പെട്ടു. സ്മിതയ്ക്ക് വല്ലാത്ത സങ്കോചം തോന്നി. അവൾ എന്തു പറയണമെന്നറിയാതെ നിർനിമേഷയായി അങ്ങനെ ഏറെ നേരം നിന്നു. സ്മിത പരിസരബോധം വീണ്ടെടുത്ത് നോക്കുമ്പോൾ മനോജും കൂട്ടുകാരനും നന്ദി പറഞ്ഞ് പുറകുവശത്തെ വാതിൽ വഴി കടന്നുപോയി. സ്മിതയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. സത്യത്തിൽ അഭിസാരികയിലെ നായിക ദിലീപിനോട് എന്താണ് പറഞ്ഞതെന്ന് അവൾ മനസ്സിൽ തിരയുകയായിരുന്നു. തുടർന്നുള്ള ഏതാനും ദിവസങ്ങൾ സ്മിതയ്ക്ക് ഉണർവിൻ്റെ ദിവസങ്ങളായിരുന്നു. ഏറെ നേരം ഉറങ്ങാതെ അഭിസാരികയിലെ നായിക ദിലീപിനെ കാത്തിരുന്നത് പോലെ സ്മിതയും മനോജിനെ കാത്തിരുന്നു. പിന്നീട് എപ്പോഴോ ആഴ്ചപ്പതിപ്പുമായി കടയിൽ നിന്നും തിരിച്ചു പോരും വഴിയാണ് സ്മിത മനോജിനെ കണ്ടത്. എന്തു പറയണമെന്നറിയാതെ സ്മിത ഏറെ നേരം അങ്ങനെ നിന്നുപോയി. മനോജ് മുൻപിലെത്തിയിട്ടും സ്മിത അറിയുന്നുണ്ടായിരുന്നില്ല. സ്വബോധം വീണ്ടെടുത്തിട്ടെന്നവണ്ണം ഒരുവിധം വിക്കി സ്മിത പറഞ്ഞു, ഞാൻ മനോജിനെ കാത്തിരിക്കാറുണ്ട്. ഏറെ വൈകിയാണ് ഉറങ്ങുന്നത്. മനോജ് എന്തെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചു. മനോജിന് വല്ലാത്ത അത്ഭുതം തോന്നി. എന്താണ് സ്മിത പറയുന്നതെന്ന് മനോജിന് മനസ്സിലായില്ല. ചുണ്ടിലെരിയുന്ന സിഗരറ്റ് ഒരിക്കൽ കൂടി ആഞ്ഞു വലിച്ചു. ഒരു ഉപായം പ്രയോഗിക്കും പോലെ മനോജ് പറഞ്ഞു, ശരിയാണ്, സ്മിതയെ കാണണമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. സ്മിത സ്തംഭിച്ചു പോയി. ഗന്ധർവനിലെ ശശാങ്കൻ പറഞ്ഞതുപോലെ. സ്മിത കാലിലെ നഖം കൊണ്ട് മണ്ണിലെന്തോ കോർന്നതായി മനോജ് മനസ്സിലാക്കി. എന്തോ പിടികിട്ടിയിട്ടെന്നവണ്ണം മനോജ് പറഞ്ഞു, ഇന്ന് തീർച്ചയായും വരും. സ്മിത മനസ്സിൽ പറഞ്ഞു, വരണം, തീർച്ചയായും വരണം. മനോജ് വാക്കു പാലിച്ചു. ഇരുട്ടിൻ്റെ മറവിൽ സ്മിത തുറന്നിട്ട ജനലഴികൾക്ക് അരികിലായെത്തി. മനോജ് ശബ്ദം താഴ്ത്തിയാണ് സ്മിതയെ വിളിച്ചത്. സ്മിത തീർത്തും ഉല്ലാസവതിയായിരുന്നു. ആരും മുറിക്കകത്തേക്ക് വരാതിരിക്കുവാൻ പാകത്തിൽ വാതിലുകൾ ബന്ധിച്ചു. ഗന്ധർവനിലെ ശശാങ്കനെ പോലെ മനോജ് ജനലരികിൽ വന്നു നിൽക്കുന്നു. സ്മിത തന്നെയാണ് സംഭാഷണം തുടങ്ങിയത്. ഞാൻ മനോജിനെ കാത്തിരിക്കുകയായിരുന്നു. ഇനിയും വൈകിരുന്നുവെങ്കിൽ ഞാൻ പിണങ്ങിയേനെ. അഭിസാരികയിലെ ദിലീപിനോട് നായിക പറഞ്ഞ വാക്കുകൾ സ്മിത കടമെടുക്കുകയായിരുന്നു. മനോജ് രണ്ടും കൽപ്പിച്ച് ചോദിച്ചു, പോരുന്നോ എൻ്റെ കൂടെ? എടുത്തടിച്ച പോലുള്ള മനോജിൻ്റെ ചോദ്യം സ്മിത പ്രതീക്ഷിച്ചിരുന്നില്ല. ഏതോ മായാലോകത്തിൽ നിന്നും തിരിച്ചു വന്ന പോലെ സ്മിത നിലകൊണ്ടു. മനോജ് പറഞ്ഞു, ഞാൻ നാളെ ഈ സമയത്ത് വരും. വേണ്ട പണവും സ്വർണവും എടുത്ത് തയ്യാറായി നിൽക്കണം. മനോജിൻ്റെ വാക്കുകളിൽ നിശ്ചയദാർഢ്യത്തോടൊപ്പം മദ്യത്തിൻ്റെ ഗന്ധവും ഉണ്ടായിരുന്നു. സ്മിത കഴിയുന്നിടത്തോളം പണവും സ്വർണവും എടുത്തു ബാഗിൽ വെച്ചു. മനോജ് വന്നു വിളിച്ചാൽ ഉടൻ പുറപ്പെടണം. എങ്ങോട്ടെന്നോ എവിടേക്കെന്നോ സ്മിതയ്ക്ക് നിശ്ചയമില്ലായിരുന്നു. സ്മിത കത്തെഴുതി വയ്ക്കുവാൻ തീരുമാനിച്ചു. നീലകാമുകിയിലെ നായികയുടെ വാക്കുകൾ തന്നെ കത്തിലേക്ക് കടമെടുക്കുവാൻ സ്മിത പ്രത്യേകം ശ്രദ്ധിച്ചു. മനോജ് സ്മിതയുടെ കൈ പിടിച്ച് ഓട്ടോയിൽ കയറി. മനോജിൻ്റെ കൈത്തലം പരുപരുത്തതാണെന്നും അത് അഭിസാരികയിലെ ദിലീപിൻ്റെ കൈത്തലം പോലെ മൃദുലമല്ലെന്നും സ്മിത തിരിച്ചറിഞ്ഞു. ഓട്ടോയിൽ കയറിയ പാടെ മനോജ് ചോദിച്ചു, പണവും സ്വർണവും ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ? സ്മിത ചിരിച്ചതേയുള്ളൂ. എല്ലാം ബാഗിലുണ്ടെന്ന് അവൾ ആംഗ്യം കാണിച്ചു. ഓട്ടോ പുറപ്പെടുവാൻ മനോജ് ആവശ്യപ്പെട്ടു. ഓട്ടോ ഓടിക്കുന്നത് അന്ന് മുറിയിൽ മനോജിനോടൊപ്പം ഒളിച്ചിരുന്നയാളാണെന്നും സ്മിത മനസ്സിലാക്കി. മദ്യത്തിൻ്റെ വല്ലാത്ത മനം പഠിപ്പിക്കുന്ന ഗന്ധം സ്മിതയ്ക്ക് വല്ലായ്മ തോന്നി. സ്മിത ബാഗ് തിരിപ്പിടിച്ചുകൊണ്ട് മനോജിൻ്റെ ചലനങ്ങളിലെ പൊരുത്തക്കേട് ശ്രദ്ധിച്ചിരുന്നു. പനമ്പ് കൊണ്ട് പകുത്ത ഒരു ചായ്പിന് മുമ്പിൽ ഓട്ടോ നിന്നു. മനോജ് പറഞ്ഞു, ഇത് ഇവൻ്റെ സാമ്രാജ്യമാണ്. ഇനി നമ്മളിവിടെയാണ് താമസം. സ്മിതയ്ക്ക് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. ഒരു മറ പോലുമില്ലാതെ താൻ ഇവിടെ എങ്ങനെ കിടന്നുറങ്ങുമെന്ന ചിന്ത സ്മിതയെ വല്ലാതെ അലോസരപ്പെടുത്തി. ഓട്ടോ ഓടിച്ചിരുന്നയാൾ
ഓട്ടോയിൽ നിന്നും 2 പൊതിയും കുപ്പിയും എടുത്ത് നിരത്തിവെച്ചു. അതിൽ നിന്നും ഒരു പൊതിയെടുത്ത് സ്മിതയ്ക്ക് കൊടുത്തിട്ട് മനോജ് പറഞ്ഞു, ഭക്ഷണമാണ്, എന്തെങ്കിലും തിന്നിട്ട് അപ്പുറത്ത് പോയി കിടന്നോളൂ. ഞങ്ങൾ സ്മിതയുടെ വരവ് ആഘോഷിക്കുവാൻ പോവുകയാണ്. എന്തോ ഓർത്തിട്ടെന്നവണ്ണം മനോജ് പറഞ്ഞു, സ്വർണവും പണവും ഒക്കെ ഇങ്ങു തന്നേക്കൂ. സ്മിത മറുപടിയൊന്നും പറഞ്ഞില്ല. മറുപടി എന്നോണം സ്മിത ബാഗ് കെട്ടിപ്പിടിച്ച് നടന്നു. പൊതി അഴിച്ചു നോക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ സ്മിത കൂട്ടാക്കിയില്ല. അപ്പോഴേക്കും മനോജും കൂട്ടുകാരനും മദ്യത്തിൻ്റെ ലഹരിയിൽ പാട്ടുപാടുവാനും താളം പിടിക്കുവാനും ആരംഭിച്ചിരുന്നു. എപ്പോഴോ സ്മിത ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് മെല്ലെ ചെരിഞ്ഞു. ഏതോ അവ്യക്തതയിൽ നിന്നും ഞെട്ടിയുണരുമ്പോൾ മനോജ് അടുത്ത് കിടപ്പുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങുവാനും മനോജ് ഒരു ശ്രമം നടത്തി. ബാഗ് കെട്ടിപ്പിടിച്ച് സ്മിത കമിഴ്ന്നു കിടന്നു. മനോജ് അവളുടെ വസ്ത്രം നീക്കുവാനുള്ള ശ്രമത്തിലായി. സ്മിതയുടെ എതിർപ്പുകൾ ഓരോന്നായി അവഗണിക്കപ്പെട്ടു. അപ്പോഴാണ് സ്മിത പനമ്പുകൾക്കിടയിലെ 2 കണ്ണുകൾ കണ്ടത്. അവളൊരു വല്ലാത്ത ഞെരുക്കത്തോടെ തേങ്ങി. മനോജിൻ്റെ കരങ്ങളുടെ ശക്തിയിൽ സ്മിത ഞെരുങ്ങി. എപ്പോഴോ ശക്തി കൊഴിഞ്ഞ സിംഹത്തെ പോലെ മനോജ് വശം ചെരിഞ്ഞു കിടന്നു. സ്മിത ആയസപ്പെട്ട് ശ്വാസം വലിച്ചു. പനമ്പുകൾക്കിടയിലെ കണ്ണുകൾ മറനീക്കി പുറത്തേക്ക് വന്നു. സ്മിത അടുത്തു വന്ന ആ രൂപത്തെ നോക്കി ആഞ്ഞു തുപ്പി. തുപ്പൽ ചിതറി സ്മിതയുടെ ദേഹത്ത് തന്നെ വന്നു പതിച്ചു. ആഴ്ചപ്പതിപ്പിലെ മദാലസയുടെ പേജുകൾ അവിടെ ചിതറിക്കിടപ്പുണ്ടായിരുന്നു.